ജനുവരി 26 റിപ്പബ്ലിക് ഡേ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ തിരഞ്ഞെടുത്ത് ജനകീയ ഭരണ സമ്പ്രദായമാണ് നമ്മുടെ ഭരണഘടന. എഴുതിയുണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ബൃഹത്തായ ഭരണഘടന നിലവിൽ വന്ന ദിവസമാണ് 1950 ജനുവരി 26. മഹത്തായ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്ന ദിവസം. ആ ദിവസത്തെയാണ് നാം റിപ്പബ്ലിക് ദിനമായി ആചരിച്ചു പോകുന്നത്. 1929 ലാഹോറിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ കോൺഗ്രസ് യോഗത്തിൽ പൂർണ്ണമായ സ്വരാജിന് വേണ്ടിയുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെടുകയും എല്ലാ വർഷവും ജനുവരി 26 സ്വാതന്ത്ര്യദിനം ആഘോഷിക്കണം എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. ശേഷം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതോടെ ജനുവരി 26 റിപ്പബ്ലിക് ഡേ ദിനമായി ആചരിച്ചു പോന്നു. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും ഇന്ത്യ ഒരു പരമോന്നത ജനാധിപത്യ മതേതരത്വ രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും അതിന്റെ ഭരണഘടന നിലവിൽ വരികയും അതിന്റെ പ്രഥമ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്ത ദിവസമാണ്. ഇന്ത്യ മഹാരാജ്യത്തിന്റെ റിപ്പബ്ലിക്കിന്റെ പ്രാധാന്യത്തെ നിലനിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിൽ അന്ന് വൻ സൈനിക പരേഡും മഹത്തായ രാജ്യത്തിന്റെ പൈതൃകത്തെ സംസ്കാര തനിമയെ വിളിച്ചോതുന്ന തരത്തിലുള്ള പരേഡുകളും പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. സൈനിക പരേഡ് രാഷ്ട്രപതി ഭവനിൽ നിന്നും ആരംഭിച്ച് രാജ്പഥ് വഴി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ എത്തിച്ചേരുമ്പോൾ ഇന്ത്യൻ സൈന്യത്തിന്റെ പരമോന്നത നേതാവ് രാഷ്ട്രപതി അവരുടെ സല്യൂട്ടുകൾ സ്വീകരിക്കപ്പെടുന്നു. ഇന്ത്യയുടെ 3 സേനാ വിഭാഗങ്ങളും അവരുടെ ഔദ്യോഗികമായ വേഷത്തിലായിരിക്കും അവരുടെ പരേഡുകൾ നടത്തപ്പെടുക. മതനിരപേക്ഷതയ്ക്കെതിരെ ഉയർന്നു വരുന്ന വെല്ലുവിളികളും സാംസ്കാരിക പൈതൃകങ്ങളെ തകർക്കുവാനുള്ള ഗൂഢമായ ശ്രമങ്ങളും ഫാസിസ്റ്റ് വർഗീയ വിഭാഗീയ ചിന്തകളും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മതേതരത്വവും ജനാധിപത്യവും സോഷ്യലിസവും തുടങ്ങിയ ഭരണഘടനയുടെ മുഖ്യമായ പ്രധാന മൂല്യങ്ങളെ തകർത്തെറിയുവാൻ ഒരു സംഘം ശ്രമിക്കുമ്പോൾ ഓരോ റിപ്പബ്ലിക്കും നാം ആഘോഷിക്കുന്നത് മതനിരപേക്ഷതയെ കരുത്താർജിക്കുന്ന ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രതിജ്ഞകൾ ചെയ്തുകൊണ്ടായിരിക്കണം. ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി ജീവത്യാഗം ത്യജിച്ച് ഇതിനുവേണ്ടി സ്വാതന്ത്ര്യം നേടിയതായ ആ രക്തസാക്ഷികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യയെ വല്ലാത്തൊരു സ്വപ്നം കണ്ടിരുന്നു. മഹത്തായ ഇന്ത്യയിൽ അവർ വലിയൊരു സ്വപ്നം കണ്ടിരുന്നു. ആ സ്വപ്നത്തെ യാഥാർത്ഥ്യമാക്കുവാൻ നമുക്ക് സാധിക്കട്ടെ, നല്ലൊരു ഇന്ത്യ ഇവിടെ ഉടലെടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ റിപ്പബ്ലിക് ഡേ ആഘോഷിക്കുന്ന സർവ്വ ഇന്ത്യക്കാർക്കും റിപ്പബ്ലിക്കിന്റെ സന്ദേശവും റിപ്പബ്ലിക്കിന്റെ ആശംസയും നേരുന്നു.